ഹായ് ഹലോ എവ്രിവൺ. FIUGP MDC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റർ ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി പോവാണ്. 2704ൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി പോവാണ്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് നമ്പർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കണം. ആദ്യം പാർട്ടാക്കുക. അപ്പോൾ 04 ഒരു പാർട്ട്, 27 ഒരു പാർട്ട്. ഇനി 27ൽ അടങ്ങുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. അത് 5 ആണ് അല്ലേ? അത് സൈഡിലും എഴുതി മുകളിലും എഴുതി. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. അത് അതിൻ്റെ താഴെ എഴുതി. ഇനി 27ൽ നിന്നും 25 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ആ 04നെ താഴേക്ക് ഇറക്കി എഴുതി കൊടുക്കുക. ഇനി സൈഡിലുള്ള 5ൻ്റെ കൂടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ താഴെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. ആ 10ൻ്റെ കൂടെ വരുന്ന നമ്പറിനെ നമ്മളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കണം. 10ൻ്റെ കൂടെ ഏത് നമ്പർ കൊടുത്താലാണ് 204ൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ നമ്പർ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ 10ൻ്റെ കൂടെ 1 വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 101 × 1 അത് തന്നെ കിട്ടും അല്ലേ? അപ്പോൾ അതുമായിട്ട് മാച്ച് അല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ 102 × 2 ചെയ്ത് നോക്കുക. നമുക്ക് 204 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ കിട്ടുന്നുണ്ടല്ലേ? 204 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 10ൻ്റെ കൂടെ 2 ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുകളിലുള്ള ആ നമ്മൾ ക്വോഷ്യൻറ്റിൻ്റെ കൂടെ 5ൻ്റെ കൂടെ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. ക്വോഷ്യൻ്റ് അല്ല, എന്നാലും ക്വോഷ്യൻ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. 5ൻ്റെ കൂടെ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 102 × 2 എന്ന് പറയുന്നതാണ് 204. അപ്പോൾ നമ്മളത് എഴുതി കൊടുത്തു. 204 - 204 എന്ത് കിട്ടും? 0 വരും. അപ്പോൾ നമ്മുടെ 2704 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 52 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 2025ൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പോവാണ്. 2025ൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം പാർട്ടായിട്ട് തിരിച്ചു. ഇനി 20ൻ്റെ അടുത്തായിട്ട് വരുന്ന ആരാണ്? പെർഫെക്റ്റ് സ്ക്വയർ 4 സ്ക്വയർ അല്ലേ? 16. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 5 സ്ക്വയർ 25 ആണ്. അപ്പോൾ കൂടിപ്പോവും. അപ്പോൾ 4 എടുക്കാം. മുകളിലും 4 കൊടുത്തു. ഇനി 4 സ്ക്വയർ 16 ആണ്. അത് 20ൽ നിന്നും മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? 25നെ താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ നമുക്ക് 425 കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിൽ 4 + 4 8. 8ൻ്റെ കൂടെ വരുന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 82 × 2 ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? 164 ആണ് വരിക. അപ്പോൾ ഒരുപാട് ബാക്കിലേക്ക് പോയി അല്ലേ? അപ്പോൾ നമുക്കൊരു 4 ഇട്ട് കൊടുത്ത് നോക്കാം. 84 × 4. 4 × 4 16. 8 × 4 32 + 1 33. ഏകദേശം അടുത്തെത്തി. അപ്പോൾ നമുക്കിനി എന്ത് കൊടുക്കാം? 5 ഇട്ട് കൊടുത്ത് നോക്കാം. 85 × 5. 5 × 5 25. 8 × 5 40 + 2 42. അപ്പോൾ നമുക്ക് 425 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8ൻ്റെ കൂടെ ആരെ കൊടുക്കാൻ പറ്റും? നമുക്ക് 5നെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 4ൻ്റെ കൂടെ, മുകളിൽ 4ൻ്റെ കൂടെയും 5 തന്നെ കൊടുക്കുക. -85 × 5 425 ആണ്. 425 - 425 0. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 45 ആണ്.